വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുമ്പോൾ രാജ്യം അവസാന ഘട്ടത്തിന് 7ാം ഘട്ടത്തിന് നാളെ പോളിംഗ് ബൂത്തിലാണ്. വാരണാസി അടക്കം 57 മണ്ഡലങ്ങൾ. നാളെ 6 മണിയോടെ എക്സിറ്റ് പോളുകളുടെ വരവാണ്. പിന്നെ ദിവസങ്ങൾക്കപ്പുറം അടുത്ത 5 വർഷം രാജ്യം ആര് ഭരിക്കുമെന്ന ജനവിധിയാണ്. പോളിംഗ് തീരുമ്പോൾ മോദി തരംഗം രാജ്യത്തുണ്ടോ? ജീവൽ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള ക്യാമ്പയിൻ വോട്ടാക്കി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞോ? കണക്കുകൂട്ടലുകളിൽ മുന്നിൽ ഇന്ത്യയോ NDAയോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ അനിൽ ബോസ്, ശ്രീ യുവരാജ് ഗോകുൽ, സ്വാമി സന്ദീപാനന്ദഗിരി, ശ്രീമതി ലിസ് മാത്യു എന്നിവർ ചർച്ച ചെയ്തു. ആദ്യം ഞാൻ ശ്രീ അനിൽ ബോസിലേക്ക് പോകുന്നു. അടുത്ത അനിൽ ബോസ്, ഇവിടെ താങ്കൾ മാർച്ചിൽ തന്നെ 300-ന് മുകളിലേക്ക് ഇന്ത്യ സഖ്യം നേടും എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആളാണ്. അന്നൊന്നും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ അത് പറയുന്നുമുണ്ട്. BJPയുടെ ആരോപണം പ്രചാരണത്തിൻ്റെ 45 ദിവസം നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയമായിരുന്നു. പരസ്യപ്രചാരണം അവസാനിച്ചു. നരേന്ദ്രമോദി ഒരു ദിവസം ധ്യാനമിരുന്നപ്പോൾ ആ ധ്യാനം പോലും നിങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രീ അനിൽ ബോസ്, നാളത്തെ എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തോൽവി ഭയക്കുന്നുണ്ടോ നിങ്ങൾ, അനിൽ ബോസ്? തോൽവി ഭയക്കുന്നത് കൊണ്ടല്ല, അതിൻ്റെ ചതി ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. നാളെ വരാൻ പോകുന്ന എക്സിറ്റ് പോളുകൾ മുഴുവൻ നരേന്ദ്രമോദിക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും അത് പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിന് ചുമതലപ്പെടുത്തിയവരെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള ധനവിനിയോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. നാളെ നടക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് അല്ല, പ്രയോജനമുണ്ട്, പറഞ്ഞുതരാം. വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം എന്താണെങ്കിലും അല്ല, തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അതിൻ്റെ കാരണം പറയാം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്, സാധാരണ പ്രവർത്തകരെന്ന് പറയുന്നത് ഞങ്ങൾ ശമ്പളം കൊടുത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജീവൻ സമർപ്പിച്ച് എന്ത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ അറങ്കൊല ചെയ്യുന്ന ഒരു ശൈലിയുടെ ആളുകളല്ലല്ലോ കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് മാധ്യമങ്ങളാണ്. ഈ വിവിധ ചാനലുകൾ, ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവരിപ്പോൾ നാളെ സൃഷ്ടിക്കാൻ പോകുന്ന നരേറ്റീവ് എന്താ? ആ നരേറ്റീവ് എന്ന് പറയുന്നത് നാളെ ഇവരൊരു ഉജ്ജ്വല വിജയം നേടി വരുന്ന ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരം കുറിച്ചിരിക്കുന്നു, അതിന് സമയം നോക്കിയിരിക്കുന്നു, ഏറ്റവും നല്ല മുഹൂർത്തം നോക്കിയിരിക്കുന്നു, അതിന് സന്യാസിവര്യന്മാർ സമയം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള വലിയ ചർച്ചകൾ ഉണ്ടാക്കി വലിയ പ്രചണ്ഡമായ പ്രവർത്തനം നടത്തും. പക്ഷേ നാളെ കഴിഞ്ഞ് നമ്മുടെ 2 ദിവസം കൂടെ കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം 4-ാം തീയതിയാണ്. 4-ാം തീയതി രാജ്യത്തുടനീളം കൗണ്ടിങ് നടക്കുമ്പോൾ ആ കൗണ്ടിങ് സ്റ്റേഷനുകളിൽ ഞങ്ങളുടെ ഏജന്റുമാരുണ്ടാകണം. ആ ഏജന്റുമാരുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ ബൂത്തിലെത്താതിരിക്കാൻ ഏതെങ്കിലുമൊക്കെ ആളുകൾ അയ്യോ നമ്മൾ തോറ്റുപോകുമോ, എന്നാൽ നമ്മൾ പോകേണ്ടതില്ല, നാണക്കേടല്ലേ, നമുക്ക് വിഷമമല്ലേ, നമുക്ക് സങ്കടമല്ലേ എന്ന് കരുതി പോകാതിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക്, അതായത് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തവരും അതിനുവേണ്ടി ത്യാഗപൂർണ്ണമായി പ്രവർത്തിച്ചവരുമായിട്ടുള്ള ആളുകളെ അവരുടെ മാനസിക നില തകർക്കാനും പൊതുസമൂഹത്തിന് മാനസിക ചിന്തയെ മാറ്റിക്കൊണ്ട് പോകാനും അതിലൂടെ കിട്ടുന്ന ആബ്സെൻസിൽ, പോളിംഗ് ഏജന്റുമാരുടെ ആബ്സെൻസിൽ നടത്തുന്ന കൃത്രിമമടക്കം നടത്താൻ കഴിയുന്ന ശ്രമം പോളിംഗ് ബൂത്തുകളിൽ നടത്താൻ പല ആളുകൾക്കും കഴിയും. അത് പ്രത്യേകിച്ച് അതിനുള്ള എല്ലാ ടൂളും ഞങ്ങൾ വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സിറ്റ് പോൾ ചർച്ചകൾ അത് കൃത്യമല്ല, ജൂൺ 4-ാം തീയതി വരുമല്ലോ റിസൾട്ട്, അന്നിരിക്കാം എന്ന് പറയുന്നതിനപ്പുറം താങ്കൾ ഈ പറയുന്നത്, എനിക്ക് തോന്നുന്നു KC വേണുഗോപാലും സമാനമായ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഫോം 6-ന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശ്രീ അനിൽ ബോസ്, ഇങ്ങനെ എന്തിനാണ് ഞങ്ങൾ വലിയ ഒരു വൈഡ് ആംഗിൾ കോൺസ്പിറസിയിലേക്ക് പോകുന്നത്? നിങ്ങൾ ആ വോട്ടെണ്ണൽ ദിവസം എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയക്കുന്നുണ്ടോ അനിൽ ബോസ്? അല്ല, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഹാഷ്മി. ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ ഞങ്ങളെല്ലാവരും, എല്ലാ പ്രതിനിധികളും വിവിധ ഇടങ്ങളിൽ ചർച്ചകളിൽ പങ്കാളിയാകുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചുകൊള്ളുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടാകേണ്ടത് ഒരു ഫലം എണ്ണുന്ന ദിവസം ചർച്ചയിൽ പോയിരിക്കുമ്പോൾ ഞങ്ങൾ തോറ്റാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറി നിൽക്കുകയല്ലേ? ഞങ്ങളവിടെ മാറുന്നില്ല. ഇവിടെ പ്ലാൻഡായി നടക്കുന്ന, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ബോധ്യമെങ്കിൽ അവിടെ പോയി വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമത്തിന് നിന്നുകൊടുക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല, ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ ഞങ്ങളുടെ കണ്ണുകൾ ഉണ്ടാവണം, അവിടെ ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാവണം. ആ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടു കൂടി അവിടെ പോകണം. താങ്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നതിന് മുമ്പ് മാർച്ചിൽ പറഞ്ഞ 300+ എന്ന ഒരു ടാലിയിലേക്ക് ഇന്ത്യ സഖ്യം എത്തും എന്ന ഈ ദിവസം, അവസാനഘട്ടം തീരാൻ പോകുന്നതിന്റെ ഈ ദിവസം താങ്കൾ വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമോ അനിൽ ബോസ്? നിശ്ചയമായും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ വാശി വെച്ച് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ എൻ്റെ പോയിന്റ്,
ഇപ്പോൾ 303 സീറ്റുകളുള്ള BJP ഒരു പാർട്ടി, അതിൻ്റെ ഭൂരിപക്ഷമുള്ള ഏക കക്ഷി, സിംഗിൾ പാർട്ടി മജോറിറ്റി എന്നുള്ളത് BJPയുടെ നഷ്ടപ്പെടുത്തും. അത് നഷ്ടപ്പെട്ടിരിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, BJPയും സഖ്യകക്ഷികളും അടങ്ങുന്ന NDA സഖ്യത്തിൻ്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം 272 എന്ന് പറയുന്ന ഭൂരിപക്ഷം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരും. അവിടെ ഞാൻ തുറന്നു പറയാനൊരു കാര്യം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാവില്ല ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അനുബന്ധമായി നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അറിവുകൾ ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിക്കുന്നു, ഈ പറയുന്ന BJPയുടെയും NDA സഖ്യത്തിൻ്റെയും സിംഗിൾ ഭൂരിപക്ഷം, സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിലും സിംഗിൾ മുന്നണി എന്നുള്ള നിലയിലുമുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തുന്ന ജനവിധിയാവും വരിക. ആ വിധി ഇന്ത്യ സഖ്യത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരമൊരുക്കുമെന്ന് ഈ ചർച്ചയിലും ആത്മവിശ്വാസത്തോടു കൂടി കരുതുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് പാർട്ടി, ഇന്ത്യ സഖ്യം പൊതുവായി തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ എത്രയോ കാലമായി കാണുക. ഹാഷ്മി 24-ൽ ചർച്ച നടത്തുന്നതിന് മുമ്പ് എത്രയോ വർഷം താങ്കൾ ഡൽഹിയിൽ ജോലി ചെയ്തയാളാ. എത്രയോ കാലമായി നമ്മൾ കാണുന്നയാളാ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരെയും നമ്മൾ എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാം. ഞാനുണ്ടാവും. എനിക്ക് സമയം അനുവദിക്കുന്ന ഇടങ്ങളിൽ, പാർട്ടി നിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാവും, ആത്മവിശ്വാസത്തോടെ. ശ്രീമതി ലിസ് മാത്യു, ഇവിടെ അനിൽ ബോസ് പറയുന്നത് പോലെ, അനിൽ ബോസ് അവരുടെ ടോപ്പ് ബ്രാസ് ചർച്ചകൾ നേരിട്ടറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് മൊത്തം കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും പല സിനേറിയോകൾ അവർ ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും സിനേറിയോയിൽ നേരിയ ഭൂരിപക്ഷം വരികയാണെങ്കിൽ ഭരണം പിടിക്കാനുള്ള ആലോചന നടക്കുന്നു. നാളെ അവരുടെ പ്രധാനപ്പെട്ട യോഗം നടക്കാൻ പോകുന്നു. ഇവിടെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ കർത്തവ്യപഥത്തിൽ സത്യപ്രതിജ്ഞകൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊള്ളൂ. അവിടെ പ്രസാർ ഭാരതിയുടെ ക്യാമറകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും വേണമെങ്കിൽ ഇവരുടെ ഒരു ഇലക്ഷൻ നറേറ്റീവ് ബിൽഡിംഗ് ആണ്, അവസാനം 57 സീറ്റുകളിലേക്കുള്ള ഒരു ഇലക്ഷൻ നറേറ്റീവ് ബിൽഡിംഗ് ആണ് എന്ന് കരുതാമെങ്കിൽ ഗ്രൗണ്ടിൽ ഇതിനിടയിൽ കിടക്കുന്ന യാഥാർത്ഥ്യം, സത്യം എവിടെയാണെന്ന ഒരു ക്ലാരിറ്റി ഇതിനോടകം വരുന്നുണ്ടോ ശ്രീമതി ലിസ് മാത്യു? ഫലം നമുക്ക്, അതിൻ്റെ അവസാന ഫലം നമുക്ക് നേരിട്ട് പ്രവചിക്കാനാവില്ല. ഈ എക്സിറ്റ് പോൾ വളരെ ശാസ്ത്രീയമായി നടത്തുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പോലും പലപ്പോഴും തെറ്റിപ്പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കൂടുതലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർമാർ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായി പറയുകയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത്ര കൃത്യമായിട്ട് ഈ ഓരോ സംസ്ഥാനത്തിലെയും ഓരോ പാർട്ടിയുടെയും സീറ്റ് നില അറിയാമോ എന്ന് പറയുന്നത് അതിനകത്ത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിലെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അനൗൺസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു വളരെ ഏകപക്ഷീയമായി എന്ന പലരും കരുതിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നമ്മൾ അതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല പ്രസംഗങ്ങളും പാർലമെന്റിൽ കേട്ടു. അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു പ്രോസസ്സ് മാത്രമാണ്, വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ വരും എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ ശരിയാണ്, ഗ്രൗണ്ടിൽ ഒരു വളരെ അതിശക്തമായ ഒരു വേവ് ഒരു പാർട്ടിക്കും ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ BJP അതിന് കൊടുക്കുന്ന ഒരു ന്യായീകരണം അതാവാം ശരി, ഞാൻ അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഒരു സ്റ്റാറ്റസ് കോ റീറ്റെയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വലിയ എക്സൈറ്റ്മെന്റ് കാണില്ല. പ്രത്യേകിച്ച് ഇത് മൂന്നാമത്തെ ടേമാണ്. ആദ്യത്തെ 2014-ലും 2019-ലും കണ്ടതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് വോട്ടർമാരുടെ ഇടയ്ക്ക്, വോട്ടർമാരുടെ ഇടയ്ക്ക്, ഈവൻ പാർട്ടിക്കാരുടെ ഇടയ്ക്ക് പോലും, കാഡറിന്റെ ഇടയ്ക്ക് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് ഒരു വിശദീകരണം അവർ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈവൻ രാം മന്ദിറിന് പോലും അതിനോടുള്ള ആ വിഷയത്തെ പോലും വളരെ എക്സൈറ്റ്മെന്റോടെ ആരും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു പരിധി വരെ നമുക്ക് പറയാം രാം മന്ദിർ എന്നുള്ള അയോധ്യയിലെ രാമക്ഷേത്രം ഒരു ചർച്ചാ വിഷയമായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്വാഭാവികമായിട്ടും അദ്ദേഹം മാത്രമായിരുന്നു BJPയുടെ പ്രധാനവും, BJPയുടെ എല്ലാ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ എല്ലാത്തിൻ്റെയും സെന്ററും നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദിക്കെതിരെ ഒരു ദേഷ്യമോ, ഹിന്ദിയിൽ ഇവർ പറയുന്ന ഒരു വാക്ക് നാഖുഷ് ഹേ ലേക്കിൻ നാരാസി നഹി ഹേ,
എന്ന് വെച്ചാൽ ഒരു ദേഷ്യമില്ല. നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ ഇരിക്കുന്ന സർക്കാരിനെ തിരിച്ചു വെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന്റെ ഇടയ്ക്ക് അതുപോലെയുള്ള ഒരു ദേഷ്യം വേണം. ആ ദേഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളതൊരു സർക്കാരിനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ജനറൽ ഒരു വിശ്വാസം. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ മറികടന്ന് വേറൊരു സർക്കാർ വരാനോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാനോ ഒരു അങ്ങനെയുള്ള ഒരു സിഗ്നൽ ഒന്നും വാസ്തവം പറഞ്ഞാൽ പല ഇപ്പം എന്നെ പോലെ പലരും ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പക്ഷെ ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് അല്ലായിരുന്നു ഇത്. അതിന് പ്രത്യേകിച്ച് ആദ്യത്തെ 2 ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ ഭാഷ തന്നെ മാറിയത്. ആദ്യം വികസനത്തെ തുടങ്ങി അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വരവും ടോണും എല്ലാം മാറിയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടായിരിക്കുമല്ലോ പെട്ടെന്ന് ഒരു നമ്മൾ പറയുന്ന ഒരു പോളറൈസിങ് രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഒരു ഫോർഗോൺ കൺക്ലൂഷൻ അല്ല എങ്കിൽ തന്നെയും അതിനെ എല്ലാം മറികടന്ന് ഒരു വളരെ വലിയൊരു ഷോക്കിംഗ് സർപ്രൈസ് എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പായി മാറി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതായത് ഒരു ലാക്ലസ്റ്റർ ഒരു ക്യാമ്പയിൻ അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെ ഈ ഭരണപക്ഷം ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, പലരെയും അറസ്റ്റ് 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു, പല ആൾക്കാരെയും നോമിനേഷൻ ഫയൽ ചെയ്തെടുത്തു നിന്ന് പിരിച്ചെടുത്തു കൊണ്ടുപോയി പാർട്ടി മാറ്റി, അങ്ങനെ പാർട്ടിക്ക് കാൻഡിഡേറ്റ് ഇല്ലാതെ വന്നു. എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയും അവരുടെ കൂടെയുള്ള മറ്റു പാർട്ടികളും ഒപ്പോസിഷൻ പാർട്ടികളുടെ ഒരു റെസിലിയൻസ് അത് വളരെ ഇതായി തന്നെ അവർ ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് ഒരു നോർമൽ തെരഞ്ഞെടുപ്പായി മാറി. അതായത് 2014 ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും 2019 ഒരു സ്ട്രോങ്ങർ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ഇലക്ഷൻ മീൻസ് ഒരു തെരഞ്ഞെടുപ്പിന്റേതായ ഒരു വളരെ നോർമലായ ഒരു നോർമൽ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോട്ടീവായ ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരു നോർമൽ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ എത്താം. ശ്രീമതി ലിസ് മാത്യു, ശ്രീ യുവരാജ് ഗോകുൽ, ഓർത്തു നോക്കൂ, ഇവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോട് തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. അക്ഷരത്തിൽ നിങ്ങളത് രാഷ്ട്രീയമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ആ സമയം മുതൽ അനൗദ്യോഗികമായി തുടങ്ങി. 3 സംസ്ഥാനങ്ങൾ അതിനുമുമ്പ് ജയിക്കാനായി എന്നുള്ള വലിയ ആത്മവിശ്വാസം വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ കഴിഞ്ഞു. പിന്നെ G20 ഉച്ചകോടി വിജയിക്കുമെന്ന അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതീതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം വെറുതെ മത്സരിക്കുകയാണ്, ഒരു കഥയില്ല എന്നുള്ള ഒരു പെർസെപ്ഷനിൽ 1ാം ഘട്ടം കഴിയുമ്പോഴേക്കും ആ കളി ഒന്നാകെ മാറുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം പ്രവചിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ വരെ ഉണ്ട്. 2014-ലും 19-ലും അത് നമ്മൾ കണ്ടിരുന്നില്ല. അങ്ങനെ അൺസർട്ടൈൻ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 400 പാറോ ഒരു പക്ഷേ കേവല ഭൂരിപക്ഷമോ പോലും ഒരു തുലാസിൽ നിൽക്കുന്നു എന്നൊരാശങ്കയുണ്ടോ യുവരാജ് ഗോകുൽ? BJP ഒറ്റയ്ക്ക് 300+ കടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല ആഷ്മി. ഞാൻ ഈ പറയുന്ന ലീഡിംഗ് ആയിട്ടുള്ള പല സെഫോളജിസ്റ്റുമാരോടും വളരെയധികം നേരിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഇൻപുട്സ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആഷ്മി, ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് 1ാം ഫേസ് വരെ അങ്ങനെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് സിനാരിയോ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. സിനാരിയോ മാറാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താണ് സംഭവിച്ചത്? പുതിയതായിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ശ്രീമതി ലിസ് മാത്യു മാഡം തന്നെ പറയുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ ടോണ് മാറി, അദ്ദേഹം കുറച്ചുകൂടി അഗ്രസീവായി, അദ്ദേഹം ചില കമ്മ്യൂണൽ ഇഷ്യൂസൊക്കെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ പോലും നരേന്ദ്രമോദി ഗിയർ ഷിഫ്റ്റ് ചെയ്തതിനെയാണ് അവർ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ മാഡം മാത്രമല്ല, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഹാഷ്മിൻ നമ്മൾ തമ്മിലിരുന്ന ചർച്ചകളിൽ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും എടുത്ത് പറഞ്ഞ നരേന്ദ്രമോദി ഈ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ടോണ് മാറ്റി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് പ്രതിപക്ഷം ഇവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഭയങ്കരമായി സംഭവിച്ചു, ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിക്ക് വിരുദ്ധമായിട്ടൊരു വലിയ വികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു ഇതുകൊണ്ടല്ല. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്തു, അപ്പോൾ അതെന്തോ കാരണം കൊണ്ടാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ 7 ഫേസിൽ പോയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു, വളരെ നീണ്ട ഒരു പ്രോസസ്സായിരുന്നു. അതിൻ്റെ അകത്തേക്ക് സ്വാഭാവികമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം എറിഞ്ഞു എന്നത് ഒരു ക്ലീൻ ഫുൾ ടോസ് ആയിരുന്നു. അത് മിസ് ചെയ്യാൻ
നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യം ഉറപ്പായും ആയുധങ്ങൾ വീണ്ടും കിട്ടും ഉപയോഗിക്കും. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. ഇപ്പം മോദിയോട് തന്നെ പോയ കാലങ്ങൾ നോക്കി വർഗീയത പറയാത്ത ആളാണ് തെരഞ്ഞെടുപ്പ്. പക്ഷേ യുവരാജ് ഗോകുൽ ഈ 1952 തെരഞ്ഞെടുപ്പിൽ ഇതേവരെ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനമന്ത്രിമാരും പറയാത്തത്ര പച്ചവർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കാലം കാണാം. എന്താണ് പോയ 45 ദിവസം എന്തൊക്കെ നമ്മൾ കേട്ടുവന്ന്. മംഗല്യസൂത്രം പൊട്ടിച്ചു കൊടുക്കുന്നു, രാജ്യത്തെ അദ്ദേഹത്തിന്റെ തന്നെ പൗരന്മാരെ ഗുസ്പേട്ടുകൾ ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ പൗരന്മാരെ കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഗുസ്പേട്ട് എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാക്കൾ ഈ മുജ്ര നൃത്തം കളിക്കുന്നവരാണെന്ന് വൃത്തികെട്ട വാക്കുകൾ നമ്മൾ കണ്ടു. അങ്ങനെ രാജ്യചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത രീതിയിൽ വർഗീയത പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ശശികല ടീച്ചർ പോലും പറയാത്ത വാക്കുകൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ശ്രീ യുവരാജ് ഗോകുൽ, ഹാഷ്മി, രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹം ഒരിടത്തിരുന്നിട്ട് കൂടിയിരിക്കുന്നവർക്ക് ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളുടെ മക്കള് പല പരീക്ഷകൾക്കും തോൽക്കുന്നത് ഉയർന്ന ജാതിയിലുള്ളവർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് കൊണ്ടാണ്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് IIT ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്, IIM ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഉള്ള തലത്തിൽ പറയുകയാണ്. ഇതിനെ നിങ്ങൾ എന്തായിട്ടാണ് പറയുക? നരേന്ദ്രമോദിജി മറുപടി പറയുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഈ കാസ്റ്റിനെ എടുത്ത് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹം അവർക്ക് എവിടെയാണോ കൊള്ളേണ്ടത് കൃത്യമായി കൊള്ളിച്ച് തന്നെ അദ്ദേഹം മറുപടി പറയും. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാധനത്തിന് അതിൻ്റെ അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രോസസ്സാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വൺ സൈഡ് മാത്രം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവർ പറയുന്നത് നരേന്ദ്രമോദിജി കന്യാകുമാരിയിൽ പോയിരിക്കുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ കടൽ വഴി ചാടി നീന്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്തൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് ഇവര് പറയുന്നത്? മോദിജി എന്തും പറയാമെന്നുള്ളത് ഇപ്പൊ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ പറയുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ പറയുന്നു, രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തിന്റെ സ്വന്തം പൗരന്മാരെ നോക്കി ദാ ഗുസ്പേട്ടോം എന്ന് പലയാവർത്തി പറയുകയാണ്. അത് ഈ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാരെ നോക്കി പറഞ്ഞിട്ടുണ്ടോ? കുടിയേറ്റക്കാരെ എന്ന് അല്ലല്ല ഹാഷ്മി, ഇത് കുടിയേറ്റക്കാരെ എന്ന് ഹാഷ്മി തന്നെ പറഞ്ഞു കഴിഞ്ഞു. കുടിയേറ്റക്കാരെ എന്ന് ഹാഷ്മി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പ്രസ്താവന എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തരാനും പറ്റില്ല, ഡിസ്ഗ്രി ചെയ്യാനും പറ്റുന്നില്ല. അല്ലല്ല, ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല, സത്യസന്ധമായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് മറുപടി പറഞ്ഞേനെ. ഈ കഴിഞ്ഞ 15 ദിവസങ്ങളിൽ നരേന്ദ്രമോദി പറഞ്ഞ പ്രസംഗങ്ങളിലെ വാക്കുകൾ ക്രോഡീകരിച്ച ഒരാൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ 232 തവണ കോൺഗ്രസിന്റെ പദാവലി ഉപയോഗിച്ചു. എത്രയോ 100 ചില്ലുവാനം തവണയാണ് മുസ്ലിം, പാകിസ്ഥാൻ, ന്യൂനപക്ഷം എന്ന വാക്കുകൾ. ഈ രാജ്യത്തുള്ള തൊഴിലില്ലായ്മയെക്കുറിച്ച്, രാജ്യത്തുള്ള വിലക്കയറ്റത്തെക്കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ക്രോഡീകരിച്ച ആൾ പറയുന്നത്. എനിക്കറിയില്ല. ഈ രാജ്യത്ത് ഇൻഫ്ലേഷൻ അല്ല എന്തിനു പറയണം ഹാഷ്മി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാജ്യത്ത് ഇൻഫ്ലേഷൻ എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസ് ഭരിച്ചിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഡബിൾ ഡിജിറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ ഇന്ന് 5.something നിൽക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് ഇല്ലാത്തൊരു സാധനത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്തിനാണ് പറയുന്നത്? ഈ രാജ്യം സാമ്പത്തികമായി ഏറ്റവും സുസ്ഥിരമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് GDPയുടെ ലാസ്റ്റ് ക്വാർട്ടറിലെ GDP എന്താണെന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ GDP എന്താണെന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. 8.something ഗ്രോത്ത് നിൽക്കുന്നത്. 6.7 നിൽക്കും എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് 8 അടുപ്പിച്ച് നിൽക്കുന്നത് സാധനം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ രാജ്യം സുസ്ഥിരമായിട്ട് പൊക്കോണ്ട് പോകുമ്പോൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്? അതൊക്കെ നമ്മൾ നമ്മുടെ നേട്ടങ്ങളായിട്ട് ഇതിനോടൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. നേട്ടങ്ങളായി അവതരിപ്പിച്ച വിഷയങ്ങളിൽ എന്തിനാണ് ഞങ്ങൾ കൺസേൺ പറയേണ്ടത്? വീണ്ടും പറയുന്നത് ഓക്കെ. സ്വാമി സന്ദീപാനന്ദഗിരി ഇവിടെ ധ്യാനം, വിശ്വാസം, പ്രാർത്ഥന എന്നൊക്കെയുള്ള ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമല്ലേ? അത് പ്രാർത്ഥന കൂടിയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ ശ്രീ യുവരാജ് പറഞ്ഞതേ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് കാലമാണ്, വോട്ടിന് വേണ്ടി പലതും പറയും. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ തെറ്റുപറ്റാത്തവർ മനുഷ്യരല്ല. അപ്പോൾ നരേന്ദ്രമോദി അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു പോയി ക്ഷമിക്കണേ, ഞാൻ ഈ രാജ്യത്തെ മംഗല്യസൂത്രം താലിമാല പൊട്ടിച്ചു കൊടുക്കും എന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയെ വോട്ടിന് വേണ്ടി ഞാൻ വളച്ചൊടിച്ചു, ക്ഷമിക്കണേ എന്നൊരു പ്രാർത്ഥന. അതിന് രാഷ്ട്രീയ ധ്യാനം എന്നൊക്കെ പറയാവോ സ്വാമി സന്ദീപാനന്ദഗിരി? അതിന് നമ്മളാരും വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ ഇത് നിങ്ങളും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് ധ്യാനം എന്നാണ്. ധ്യാനം എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ധ്യാനം നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ചാണെങ്കിൽ അത് ഓരോ വ്യക്തി ചെയ്യുന്ന അങ്ങേയറ്റം സ്വകാര്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ എപ്രകാരമാണോ മലമൂത്ര വിസർജനാദികൾക്ക് നമുക്കൊരു പ്രൈവസി ആവശ്യമുള്ളത്, അതേപോലെ പ്രൈവസി വേണ്ടുന്നതാണ്. ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ
ധ്യാനം എങ്ങനെയാണ്. കാരണം മറ്റു ഒരു ഡിസ്റ്റർബൻസും ധ്യാനത്തിന് ഇപ്പോ ഇത് കേൾക്കുന്നവർക്കറിയാം. ധ്യാന ക്ലാസ്സിൽ പോയിട്ടുള്ളവര്, അത് പരിശീലിക്കുന്നവരൊക്കെ, അവരൊക്കെ ഈ ക്യാമറ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ ഭഗവത്ഗീത ഒരു അധ്യായം തന്നെ ധ്യാനത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ധ്യാനയോഗം എന്ന അധ്യായത്തിന്റെ പേര് 6-ാം അധ്യായം. അതിൽ പറയുന്നത് യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യ സ്ഥിത ഏകാഗി യഥചിത്താത്മാ നിരാശീര പരിഗ്രഹ. അതായത് ഒരു 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 സ്ഥലം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് എന്താ? രഹസ്യസ്ഥിത ഏകാഗി. ഒരു വളരെ രഹസ്യമാർന്ന സ്ഥലമാണ്. രഹസ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഞാൻ ധ്യാനിക്കുന്നു എന്നറിയാത്തത്, അറിയാൻ പാടില്ലാത്തത്. ഇതങ്ങനെയാണോ? ഇത് ചുറ്റും 7-9 ഭാഗത്ത് ക്യാമറ, മത്സ്യം പിടിക്കുന്ന ആളുകള് മത്സ്യം പിടിക്കാതെ അവിടെ നേവിയുടെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നു, മുകളിൽ ഡ്രോണ് പറക്കുന്നു, അതിന്റെയും മുകളിൽ ഹെലികോപ്റ്റർ പറക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമകൃഷ്ണദേവനൊക്കെ, ശ്രീനാരായണ ഗുരുദേവൻ പറയും, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന്. എത്രയോ മത്സ്യത്തൊഴിലാളികളുടെ അവര് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരുടെ ഉപജീവനം മുടങ്ങിയിരിക്കുക. ഒരാള് ധ്യാനിക്കുന്ന സമയത്ത് അപരന് ഒരു ഉറുമ്പിന് പോലും ഒരു പീഡ. അല്ല സ്വാമി സന്ദീപാനന്ദ ഗിരി, ഇവിടെ വ്യക്തി പ്രധാനമാണ്. അത് പ്രധാനമന്ത്രിയായി പോയി. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ വന്നു, അവിടെ ശിവജട എന്ന് വിശ്വാസികൾ ആദരിക്കുന്ന, ആരാധിക്കുന്ന ആ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നില്ലേ? ഒരു മിനിറ്റ്. പ്രധാനമന്ത്രിയല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ധ്യാനിക്കണം. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ധ്യാനിക്കാലോ. ഒരു മനുഷ്യൻ അറിയാതെ പ്രധാനമന്ത്രി 5 പൈസയുടെ ചെലവില്ലാതെ, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ ധ്യാനം അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. നോക്കൂ, ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം രാവിലെ 45 മിനിറ്റ് അദ്ദേഹത്തിന് മെഡിറ്റേഷൻ ഉണ്ട് എല്ലാ ദിവസവും. 45 മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ക്യാമറയുടെ മുന്നിലേക്ക് നമ്മുടെ കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കൾ, എം സുധീരനെ പോലുള്ളവര്, രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ ധ്യാനം ചെയ്യുന്നവരാ. രാവിലെ നടക്കാൻ പോകുന്നു, അരമണിക്കൂർ ധ്യാനിക്കുന്നു. ഇത് ക്യാമറ വെച്ച്, ഇത് സത്യം പറഞ്ഞാൽ ആ ആവേശം സിനിമയില് നമ്മുടെ രംഗൻ ചേട്ടൻ റീല് തയ്യാറാക്കുന്നത് പോലത്തെ ഒരു റീലായിപ്പോയി ഈ ധ്യാനം. ഇത് സനാതന ധർമ്മ വിരുദ്ധമായ ഒരു ധ്യാനമാണ്. ഇതേ ധ്യാനം ഗീതയിൽ പറയുന്നുണ്ട്. ആരുടെ ധ്യാനമാണിത്? അസുരന്മാരുടെ ധ്യാനം. അസുരന്മാരിങ്ങനെയാ ധ്യാനിക്കുക. അവരുടെ ധ്യാനം വിഷയധ്യാനമാണ്, മറ്റുള്ളവരുടെ നാശം എന്നുള്ള ധ്യാനമാണ്. അന്ന് തന്നെ ശശികല ടീച്ചറേക്കാൾ കഷ്ടമായിട്ടാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ. വിവേകാനന്ദ സ്വാമികളുടെ അവിടെ പോയി ഇരുന്നിട്ടാണ്. വിവേകാനന്ദ സ്വാമികൾ 1893 സെപ്റ്റംബർ 11-ാം തീയതി അമേരിക്കയിൽ നടത്തിയ ഷിക്കാഗോ പ്രസംഗത്തിന്റെ അവസാനത്തെ പേരുണ്ട്. 1.5 മിനിറ്റ് ആകെ ഉള്ളൂ ആ പ്രഭാഷണം. അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? വിഭാഗീയതയും മൂഢമായ കടുംപിടുത്തവും അതിന്റെ ഭീകര സന്തതിയായ മതഭ്രാന്തും കൂടി ഈ സുന്ദര ഭൂമിയെ ദീർഘകാലമായി കൈയടക്കിയിരിക്കുകയാണ്. അവ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു. മനുഷ്യ രക്തത്തിൽ പല ഉരു കുതിർത്തിരിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആളാണ് വിവേകാനന്ദ സ്വാമികളുടെ അവിടെ തന്നെ പോയിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ജനതയെ പൂർണ്ണമായ നൈരാശ്യത്തിലേക്ക് തള്ളിവിടുന്നു. ഒരു മതഭ്രാന്തനാണല്ലോ ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്തത്. ഇന്ത്യൻ ജനത മുഴുവൻ നൈരാശ്യത്തിലേക്ക് പോയിട്ടുള്ളത് മതഭ്രാന്തിൽ നിന്നാണ്. വിവേകാനന്ദ സ്വാമികളുടെ നിങ്ങൾക്ക് എടുത്തു വെച്ച് നോക്കാം ഏത് വിവേകാനന്ദ സ്വാമികൾ എന്താണ് പറഞ്ഞത് എന്ന്. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറയുന്നത്, ഈ പിശാചുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ, വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയാണ്. വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകത്തെ സിദ്ധിനാഥാനന്ദ സ്വാമികൾ വ്യാഖ്യാനം ചെയ്ത രാമകൃഷ്ണ മിഷന്റെ പുസ്തകമാണ്. ഈ കൊടും പിശാചുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി എത്ര സുന്ദരമായേനെ എന്ന് ഈ വിഭാഗീയതയും വർഗീയതയും വിഭജനവും സൃഷ്ടിക്കുന്നവരെ കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് വിവേകാനന്ദ സ്വാമികൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ. പിന്നെ മാത്രമല്ല ആഷ്മി, നമ്മൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ ആയിരുന്നു, ഒരു 4 ദിവസം. അതിനകത്ത് വിവേകാനന്ദ സ്വാമികളുടെ സ്റ്റാച്യു ഒന്നും, ഹാഷ്മി പോയിക്കോളൂ, ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റില്ല. പറ്റില്ല. ഞാൻ
അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ കുറെ നാൾ മുമ്പാണ്, അന്ന് ക്യാമറ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഓർഗനൈസേഷൻസ് ഇതൊരു തെറ്റായ കീഴ്വഴക്കത്തെ സൃഷ്ടിക്കും. ഇവിടെ സാർ ദയവ് ചെയ്ത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമായിരുന്നു. ഇത് മെഡിറ്റേഷൻ അല്ല, മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടുള്ള രംഗൻ ചേട്ടൻ റീല് കാണിച്ചില്ലേ, രംഗൻ ചേട്ടൻ കാണിക്കാന്ന് പറഞ്ഞ ഒരു റീൽ ഉണ്ടാക്കിയതാണ്. അത് തികച്ചും ശരി, അദ്ദേഹം ആദ്യം തന്നെ ശരി, ഞാൻ ചാനൽ ബോസ്, ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ എന്താണ് വൈയക്തികമായ കൃത്യമായ ധ്യാനമാണെങ്കിൽ ഇങ്ങനെ 5 ക്യാമറകളും 9 ക്യാമറ ആംഗിളും ഒക്കെ വേണോ എന്നൊരു ചോദ്യമാണ്. ഇനി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ധ്യാനമാണ് എന്ന വാദം മുഖവിലേക്ക് എടുത്താൽ പോലും വാരണാസിയിൽ നാളെ അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ പ്രത്യേകിച്ച് നേട്ടം വേണ്ട കാര്യം, അവിടെ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച ആളാണ്. അവിടെ ജയിക്കണമെങ്കിൽ ധ്യാനം ഇരിക്കേണ്ട കാര്യമില്ല. പക്ഷേ കൊൽക്കത്ത എന്ന് പറയുന്ന ബംഗാൾ എന്ന് പറയുന്ന വിവേകാനന്ദനെ ഹൃദയത്തിലേറ്റിയ കൊൽക്കത്തയുടെ ചുറ്റും നടക്കുന്ന 9 മണ്ഡലങ്ങൾ നാളെ നടക്കുകയാണ്. അവിടെ അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ ബംഗാളിലെ അടക്കം ഈ സീറ്റുകൾ അതിപ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെ വോട്ടാകും എന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ശ്രീ അനിൽ ബോസ്, അല്ല, ആ ആത്മവിശ്വാസം അല്ലല്ലോ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം കൂടിയാണ്. എങ്ങനെയാണിത് പെരുമാറ്റച്ചട്ട ലംഘനമാകുന്നത്? ഒരാൾ ധ്യാനിക്കുന്നതിനെ നമ്മളാരും എതിർക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത, പിന്നെ അദ്ദേഹത്തിൻ്റെ അവകാശം, അതാർക്കും ആകാം, അതിനൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ അവിടെ ഫോട്ടോ എടുക്കുന്നു, ആ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി എടുത്തോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ സൂക്ഷിക്കാൻ, അതിനും നമുക്ക് വിരോധമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചതിന് ശേഷം നരേന്ദ്രമോദി ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സിനിമാ ഷൂട്ടിംഗ് ചെയ്യുന്നത് പോലെ എടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളും വീഡിയോസും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൈമാറുകയും അത് പാർട്ടി കേന്ദ്രങ്ങൾ വഴിയും സർക്കാർ മിഷനറി ഉപയോഗിച്ചും എല്ലാവരുടെയും സൈബർ ഇടങ്ങളിലേക്ക്, വാട്സപ്പിലേക്ക്, ഇൻസ്റ്റയിലേക്ക്, എക്സിലേക്ക്, ഫേസ്ബുക്കിലേക്ക് അടക്കം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഇത് ധ്യാനം എന്ന് പറയുന്നാൽ ഇത് ആത്മീയതയുടെ വിൽപ്പനയാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നിഷ്പക്ഷമായ ഒരു സമൂഹത്തെ നയിക്കേണ്ട ഒരു നേതാവിൻ്റെ അധപ്പതനമാണ്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് നാണക്കേടാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനമാണ്, ആത്മീയതയുടെ വ്യാപാരമാണ്, ഇത് നാട്യമാണ്, നാടകമാണ്, ഫാഷൻ ഷോയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ സ്വാമിജി പറഞ്ഞതുപോലെ ഞാൻ ആവേശവും രംഗനും ഒന്നും പറയുന്നില്ല. ഇത് നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ ബാലചന്ദ്ര മേനോനെയാണ് ഞാൻ ഓർക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, അവതരണം, അഭിനയം, ആത്മാവിഷ്കാരം, ബാലചന്ദ്ര മേനോൻ. ഇത് നരേന്ദ്രമോദി എന്നാക്കിയാൽ മതി, ധ്യാനം എന്ന് പറഞ്ഞ് പേര് വിട്ടുകൊടുത്താൽ മതി. അതിനപ്പുറം ഒരു പ്രാധാന്യവും ഇല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ചൂഷണം, എന്തുകൊണ്ട് ഇത്രയും എക്സ്ട്രീമിസത്തിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു? പ്രധാനമന്ത്രി അല്ല, ഇപ്പോൾ കെയർടേക്കർ പ്രധാനമന്ത്രിയാണ്, പരിപൂർണ്ണ അധികാരമില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലില്ല. ഇതിൻ്റെ എക്സ്പെൻസ് ആരാണ് മീറ്റ് ചെയ്യുന്നത്? ഈ വരുന്ന ചെലവ് ഇത് നരേന്ദ്രമോദി വ്യക്തിപരമായിട്ടാണോ എടുക്കുന്നത്, അതോ സർക്കാരാണോ മുടക്കുന്നത്? അങ്ങനെയെങ്കിൽ വ്യക്തിപരമായിട്ടാണ് മുടക്കുന്നതെങ്കിൽ അത് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ആ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് കണക്കിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സന്ദർഭത്തിലാണ് ഈ ചർച്ച നമ്മൾ നടത്തുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നു ഹാഷ്മി? പോകുന്നതിൻ്റെ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇന്ന് ഇന്ത്യ സഖ്യത്തിനുള്ളത് 116 സീറ്റ് മാത്രമാണ്. നമ്മൾ ഇന്ത്യ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് വേണം, ഇന്ത്യ സഖ്യത്തിന് മാത്രമായി എത്ര സീറ്റ് വർദ്ധിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾക്ക് 160 സീറ്റ് കടക്കണം. ആ 160 സീറ്റ് കടക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 160 കടക്കുന്നില്ല, ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കുന്നില്ല എന്നാണ് ഹാഷ്മിയുടെ പക്ഷമെങ്കിൽ, അല്ലെ എന്നെ കേൾക്കുന്നവരുടെ പക്ഷമെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് 100 120 സീറ്റ് കടന്നാൽ പോലും ഇപ്പോഴുള്ള BJPയുടെയും NDA സഖ്യത്തിൻ്റെയും ഭൂരിപക്ഷം നഷ്ടപ്പെടും ഹാഷ്മി. ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന, മറ്റിടങ്ങളിൽ നടക്കുന്ന 54ഓളം സീറ്റിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ടാണ് ഇത്രയും എക്സ്ട്രീമായി ഒരു തെരഞ്ഞെടുപ്പ് ചട്ടത്തെ അട്ടിമറിച്ചുകൊണ്ട്, ഒരു ഗവൺമെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രി തന്നെ തറ നീക്കം നടത്തുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തിരിച്ചറിയാനുള്ള ബോധവും ഈ രാജ്യത്തെ ജനതയ്ക്കുണ്ടെന്നാണ് ഓടില്ല. അത് നിങ്ങൾക്ക് ബംഗാളിൽ കാണാൻ കഴിയും. ബംഗാളിൽ ഒരു സെക്കൻഡ്, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് കൂടുതൽ നേടിയിരിക്കും, ഉറപ്പായിട്ടും നേടിയിരിക്കും. UP ഇവരുടെ കോട്ടയായി, ഇവരെല്ലാ കാലവും കുത്തകയായി കൈവച്ചിരിക്കുന്നിടത്ത് ഇവരുടെ കുത്തക പൊളിച്ചിരിക്കും. ഞങ്ങൾക്ക്
ഏകപക്ഷീയമായി കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യ സഖ്യത്തിന് ഏകപക്ഷീയമായ ഭൂരിപക്ഷം, പക്ഷേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥാന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, ശരി, നമുക്ക് അധികം നടക്കാതിരിക്കേണ്ടി വരും. ജൂൺ 4 നിങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്താലും ജൂൺ 4 എന്തായാലും ആത്യന്തിക ഫലം വരും. ഞാൻ യുവരാജ് ഗോകുലേക്ക് രണ്ടുപേരുടെ മറുപടിക്ക് എത്താം. അതിനു മുമ്പ് ശ്രീമതി ലിസ്മാത്ത്, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു 2014 കൊടിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, കോൾ സ്കാം, എന്താണ് നിർഭയ സംഭവം, അവിടെ അണ്ണാ ഹസാരെ മൂവ്മെന്റ്, അങ്ങനെ അഴിമതി വിരുദ്ധ ഒരു പ്രവാചകൻ, ഒരു രക്ഷകനെ രാജ്യം തേടുന്ന സമയം അവിടെ എന്താണ് മസ്കുലിനായിട്ടുള്ള അല്ലെങ്കിൽ 56 ഇഞ്ച് ലോഹപുരുഷ കരുത്തൻ എന്നുള്ള ഒരു പ്രതീതിയിൽ നരേന്ദ്രമോദി അവതരിക്കുന്നു. അങ്ങനെ എല്ലാ ഘടകങ്ങളും ചേർന്ന് വന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മാറ്റത്തിന് വേണ്ടി രാജ്യം ദാഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് 2014. 2019 അതിൻ്റെ തുടർച്ച മാത്രമല്ല, അവിടെ ബലാക്കോട്ടിലുണ്ടായ ധീരമായ ചെറുത്തുനിൽപ്പ്, അല്ലെങ്കിൽ ധീരമായൊരു തിരിച്ചടി, ഹൈപ്പർ നാഷണലിസത്തിൻ്റെ അന്തരീക്ഷം 2019 ഉണ്ടായി. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ എന്താണ് രാഷ്ട്രീയമില്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിക്കാത്ത, അല്ലെങ്കിൽ സ്വിംഗ് വോട്ടുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ നരേന്ദ്രമോദി ഒരു പ്രതീക്ഷയുള്ള ആൾക്കാരാക്കി മാറ്റി. അല്ലെങ്കിൽ നരേന്ദ്രമോദിയിൽ പ്രതീക്ഷയുള്ള ആൾക്കാരായി, മോഡിക്ക് അനുകൂലം, BJP-ക്കാരല്ലാത്ത എന്നാൽ മോഡിക്ക് അനുകൂലം വോട്ട് ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം ഉണ്ടായി. ആ ജനവിഭാഗം അതേ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്നത് പ്രധാനമല്ലേ ശ്രീമതി ലിസ് മാത്യു? അതെ, തീർച്ചയായിട്ടും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നരേന്ദ്രമോദിയാണ് ഇവിടെ നറേറ്റീവ് സെറ്റ് ചെയ്തതെന്ന്. ഐ ബെഗ് ടു ഡിസഗ്രി വിത്ത് ഇറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, പല തെരഞ്ഞെടുപ്പിലും BJP-യാണ് നറേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. 2014-ലും 2019-ലും BJP-യാണ് നറേറ്റീവ് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും കണ്ടു. അതിലെല്ലാം BJP സെറ്റ് ചെയ്ത ഒരു നറേറ്റീവിലേക്ക്, അല്ലെങ്കിൽ BJP സെറ്റ് ചെയ്ത ഒരു ട്രാപ്പിലേക്ക് പ്രതിപക്ഷം നടന്നു കയറിയ ഒരു സീനാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ ഫേസ് മുതൽ ആര് പറഞ്ഞാലും ഒരു വാസ്തവമുള്ളത്, പ്രതിപക്ഷം സെറ്റ് ചെയ്ത നറേറ്റീവിലെ ആണ് പിന്നെ തെരഞ്ഞെടുപ്പ് വിഷയമായത്. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും BJP-യിലെ ഉയർന്ന നേതാക്കന്മാരെല്ലാം സംസാരിച്ച ഒരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആർക്കും പറ്റില്ല, ബാബാ സാഹേബ് അംബേദ്കർ നേരിട്ട് വന്നാലും പറ്റില്ല. BJP-യുടെ കഴിഞ്ഞ 10 വർഷത്തെ റെക്കോർഡ് നോക്കൂ, ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഭരണഘടന മാറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ വന്നത്? BJP ഉയർത്തിയ 400 പാർ എന്ന സ്ലോഗനെ പ്രതിപക്ഷം വളരെ വിദഗ്ധമായി അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ചേഞ്ചിനും ഉള്ള ഒരു മാർഗമായി മാറും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായി മാറുമെന്ന് അവരതിനെ വ്യാഖ്യാനിച്ചു. രണ്ടാമത്തെ കാര്യം, അതേപോലെ ദളിതരുടെയും ആദിവാസികളുടെയും ഇടയ്ക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ BJP വളരെ വലിയൊരു ഭൂരിപക്ഷം കിട്ടിയാൽ ഇത് മാറ്റുമെന്നൊരു ഭയം സൃഷ്ടിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല പ്രാവശ്യം ഈ ഭരണഘടനയെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്നു, ഈ ഭരണഘടനയെ മാറ്റാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വന്നത്. അതുകൊണ്ട് അതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ഇതിനെപ്പറ്റി പല ഒരു SC റിസർവ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമല്ല, ഉത്തർപ്രദേശിലെ തന്നെ പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. വില്ലേജസിൽ പോലും ഇതൊരു ചർച്ചാ വിഷയമായി. അതുപോലെ തന്നെയാണ് വെൽഫെയർ. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പുറത്തു വന്നപ്പോൾ എന്തു പറഞ്ഞാലും ശരിയാണ്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഇവർക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി അത് രണ്ടാമത്തെ വിഷയമാണ്. മാനിഫെസ്റ്റോ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രകടന പത്രിക മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, വളരെ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ BJP-യുടെ പ്രകടന പത്രിക വെറും ഒരു ഐവാഷ് മാത്രമായിരുന്നു. ഓരോ സാധനവും പഠിക്കാതെ വളരെ സൂപ്പർഫ്ലുവസ് ആയിട്ട് നിർമ്മിച്ച ഒരു ഡോക്യുമെന്റ് മാത്രമാണ് BJP-യുടെ മാനിഫെസ്റ്റോ. അതിന് BJP നേതാക്കന്മാരോട് പല പ്രാവശ്യം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലാതെ ഒരു വിഷയവും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ വലിയ ഫോക്കസ് കൊടുക്കാതിരുന്നത്. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക വളരെ വ്യക്തമായി പഠിച്ചുണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, അവരത് പ്രാവർത്തികമാക്കും, അവർക്കത് പ്രാവർത്തികമാക്കാനുള്ള അവസരം കിട്ടുമോ, പ്രാവർത്തികമാക്കാൻ അവസരം കിട്ടിയാൽ തന്നെ അതിനുള്ള റിസോഴ്സസ് ഉണ്ടാവുമോ എന്നുള്ളതല്ല പ്രശ്നം. ചർച്ച ചെയ്യപ്പെട്ട പ്രകടന പത്രിക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് തീർച്ചയായിട്ടും ഈ
ഇത് ചാർട്ടറിന് നമ്മൾ പറയും, അതായത് സംഭാഷണത്തിലെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു അണ്ടർ കറൻസ് എന്ന് നമ്മൾ പറയുന്ന അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന് ചർച്ചയ്ക്ക് വരാൻ മാത്രം. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇത് അവസാന നിമിഷത്തിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആരാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നും ആരായിരിക്കും നമ്മളുടെ പ്രധാനമന്ത്രി എന്നും പിന്നെ ഇവരുടെ അജണ്ട എന്തായിരിക്കും, അങ്ങനെ പല വിഷയങ്ങളും ഒരു വോട്ടറിന്റെ മുമ്പിലുണ്ട്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്യുന്നതിനെ പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അത് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, മോദിക്ക് പകരം ആര് എന്നുള്ള ഒരു ഫേസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ കുഴപ്പം. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇലക്ഷനെ ബാധിച്ചിട്ടുമുണ്ട്, ഓരോരുത്തരുടെ വോട്ടിനെ ബാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു മണ്ഡലത്തിൽ നമ്മൾ ഏതെങ്കിലും വില്ലേജോ അല്ലെങ്കിൽ ഒരു ടൗണോ വിസിറ്റ് ചെയ്യുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കാനായിട്ടുള്ള വിഷയങ്ങൾ കൊടുത്തത് ഈ ഇത്തരം വിവാദപരമായ വിഷയങ്ങൾ നരേന്ദ്രമോദി നമ്മളുടെ ഇടയ്ക്കൊക്കെ ചർച്ചാ വിഷയമാക്കി കാണും. അല്ലെങ്കിൽ ഹാഷ്മി പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനമന്ത്രിയും ഒരിക്കലും പറയരുതാത്ത വാക്കുകൾ ഉപയോഗിച്ചു. അതായത് ഈ രാജ്യത്ത് വരുന്ന 14-15% വരുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈ രാജ്യത്ത് പറ്റുമോ? അദ്ദേഹം പറഞ്ഞത് 2047 ആവുമ്പോഴത്തേനും ഈ രാജ്യം നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആവും. അപ്പൊ ഈ ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ 14 മുതൽ 16% വരെയുള്ള ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ എന്ത് ചെയ്യും? അവരെ അദ്ദേഹം പറഞ്ഞതുപോലെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇവരെ ഗുസ്പൈറ്റിയോന്നോ അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള വികസനം പറ്റുമോ? അതായത് ഇന്ത്യ 5ാമത്തെ ഇക്കോണമിയിൽ നിന്ന് 3ാമത്തെ ഇക്കോണമി അദ്ദേഹത്തിന്റെ അടുത്ത ടേമിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആ 3ാമത്തെ ഇക്കോണമി ആയുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യം എങ്ങനെ വികസിക്കും? അതിനെപ്പറ്റിയൊന്നും അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം നടത്തിയത്. അതിന് ഒരേ ഒരു കാരണമേ സാധാരണ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുള്ളൂ. 1ാമത്തെ 2ാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ച പോലത്തെ ഒരു വൺ സൈഡഡ് ഇലക്ഷൻ അല്ല എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു വോട്ടർ എന്തൊക്കെ സംസാരിച്ചാലും പോളിംഗ് ബൂത്തിൽ ചെന്ന് അവർ ബാലറ്റ് ബോക്സിൽ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളത് നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. അവർ ചിലപ്പം ശരിയായിരിക്കും, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡിസൈസീവ് ആൻഡ് സ്ട്രോങ് ഏബിൾ ആയിട്ടുള്ള ഒരു നേതാവ്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ചർച്ചാ വിഷയം അവരുടെ പല വോട്ടർമാരും ഈ സംസാരത്തിലും ഈ വിഷയങ്ങളിലും അവർക്ക് അതൃപ്തി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ പല വോട്ടർമാരും ഈ ഇത്തരം സംസാര വിഷയം, അതായത് അൺഎംപ്ലോയ്മെന്റിനെ പറ്റി സംസാരിക്കാതെ എല്ലാ യുവജനങ്ങൾക്കും ഇവിടെ, അതായത് ഞാൻ ഒഡീസ യാത്ര ചെയ്തു, വെസ്റ്റേൺ UP യാത്ര ചെയ്തു, തെലങ്കാന യാത്ര ചെയ്തു, ഡൽഹിയിലുണ്ട്, ഇതിലെല്ലായിടത്തും ഏതൊരു ഒരു വോട്ടറോട് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നമുക്കിവിടെ ജോലിയില്ല, ജോലി അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? സ്റ്റുഡൻസ്, വെസ്റ്റേൺ UPയിലെ സ്റ്റുഡൻസ് പറയുന്നതാണ്, ഇവിടെ ഞാൻ ഒരു മാസം 25,000 രൂപയാണ് എൻ്റെ ഫാദർ എൻ്റെ വാടകയ്ക്ക് വേണ്ടി മാത്രം ചെലവാക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ലാബ് ടെക്നോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, എനിക്ക് ജോലി കിട്ടിയാൽ എനിക്ക് മാസം 10,000 രൂപയുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് ഓരോ ചാൻസുമില്ല. ഇത്തരം കൺസേൺ ആണ് അവർക്ക്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രാവശ്യം അതിനെ അഡ്രസ്സ് ചെയ്തു? BJPയുടെ പ്രകടന പത്രികയിൽ എവിടെയെല്ലാം അൺഎംപ്ലോയ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നുണ്ട്? ഇല്ല. അതുപോലെ തന്നെയാണ് വിലക്കയറ്റം. ശരിയാണ്, വിലക്കയറ്റം എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഇപ്പം പുതിയൊരു വേർഡ് വന്നിട്ടുണ്ട്, വൈബ് സെഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് വിലക്കയറ്റം ഇല്ല അല്ലെങ്കിൽ ഒരു റിസഷൻ ഇല്ല, അതിൻ്റെ ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ആൾക്കാരുടെ അവരുടെ കൺസേണിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും ഈ രാജ്യത്തിലെ ഇലക്ഷൻ മത്സരിക്കുന്ന ഓരോ നേതാവിനും ഉള്ള കടമയല്ലേ? ആ കടമയെ ഈ പ്രധാനമന്ത്രി എത്രമാത്രം അഡ്രസ്സ് ചെയ്തു അല്ലെങ്കിൽ അതിനെ പാലിച്ചു? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ജയവും തോൽവിയും നമ്മളെല്ലാം 4-ാം തീയതി പക്ഷേ ഇത്തരം കാര്യങ്ങൾ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയാണ് ഇത്തരം വാക്കുകൾ ഉയർത്തിയതെന്ന് നമ്മൾ മറക്കരുത്. ഏറ്റവും പ്രധാനമാണ് അത്. 2014, 2019 ഒന്നും ഇത്തരം മഹങ്കായി എന്നുള്ള പദാവലികളൊന്നും, അല്ലെങ്കിൽ താനാഷാഹി അല്ലെങ്കിൽ പരിവർത്തൻ എന്നുള്ള പദാവലികളൊന്നും ഗ്രൗണ്ടിൽ നമ്മൾ കേട്ടതേയല്ല. അത് മാത്രമല്ല, 1ാം ഘട്ടത്തിൽ ഒരു ഇലക്ഷൻ തുടങ്ങി, 7ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ട്രെൻഡ് ഈ വിധത്തിൽ ഇനിയിപ്പോൾ ലിസ്മാത്തി പറയുന്ന പോലെ ഒരു ചാറ്റർ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും
ട്രെൻഡ് മാറിയൊരു തെരഞ്ഞെടുപ്പും നമ്മുടെ ഒന്നും അടുത്ത കാലത്തെ ഓർമ്മകളില്ല. ശിവരാജ് ഗോകുൽ, ഇവിടെ ഞാൻ ഈ ബ്രേക്കിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിൻ്റെ ആ ഫുട്ടേജിലുള്ള ക്യാമറ ആംഗിളുണ്ട്. 9 ക്യാമറ ആംഗിളുണ്ട്. ഞാൻ ക്യാമറമാനോട് ചോദിച്ചു എത്ര 9 ക്യാമറ ആംഗിൾ എത്ര ക്യാമറ വേണം? അവർ പറഞ്ഞു 9 ക്യാമറ ആംഗിളത്തിന് ഒരേ സമയം വേണം, 9 ക്യാമറ ഒരേ സമയം വേണമെന്നാണ്. പോട്ടെ, ഇനി കട്ടിയെടുക്കുകയാണെങ്കിൽ 4 ക്യാമറ എങ്കിലും വേണം. അപ്പോൾ ഏകാന്ത ധ്യാനത്തിനിടയിൽ അത്രയധികം ക്യാമറയും അത്രയധികം ക്യാമറ ആംഗിളുകളും മാത്രമല്ല ആ ഫുട്ടേജ് കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ BJP മെക്കാനിസം ഓവർടൈം പണിയെടുക്കുന്നത് കൊണ്ടാണ് സ്വാമി സന്ദീപാനന്ദഗിരിക്ക് അത് ആവേശത്തിലെ റീല് പോലെ തോന്നുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, അതിലേക്ക് ഞാൻ വരാം ഹാഷ്മി. ഇപ്പോൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലിസ് മാത്യു മാഡം പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതൊരു പൊളിറ്റിക്കൽ ആരോപണമായിരുന്നല്ലോ മാഡം. ജാനുവരി 20, 2024 ഈ വർഷത്തെ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ കമ്പനീസ് മാത്രമായിട്ട് 8.12 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സർവീസ് സെക്ടറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ജോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ ആധികാരികമായിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് വാർത്ത ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് വർഷം 2 കോടി ജോബ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പനീസ് മാത്രമായിട്ട് ഇവിടെ 8.12 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവരുടെ സ്റ്റഡിയിൽ അവർ പറയുന്നുണ്ട്. 1. 2, ഗവൺമെൻറ് ജോബ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2004 മുതൽ 2013 വരെയുള്ള 9 വർഷ കാലഘട്ടത്തിൽ UPA സർക്കാർ 6 ലക്ഷം ഗവൺമെൻറ് ജോബാണ് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ 2014-23 വരെയുള്ള 9 വർഷത്തിനിടയിൽ 9 ലക്ഷം ഗവൺമെൻറ് ജോബാണ് NDA സർക്കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതുമല്ല, 44 കോടി ആൾക്കാർക്കാണ് മുദ്രാ ലോണ് ഈ രാജ്യത്ത് അവരുടേതായ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യം കൊടുത്തിരിക്കുന്നതെന്നുള്ളത് ആധികാരികമായിട്ട് ഡേറ്റയുള്ള കണക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇവിടെ എല്ലാം സ്വർഗരാജ്യമായി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ 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 ബെറ്ററായിട്ട് തന്നെയാണ് മാഡം പറഞ്ഞ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പെർഫോം ചെയ്തത് എന്ന് മാത്രമാണ് ഞാൻ ആ വിഷയത്തിനകത്ത് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. 1. 2, മാഡം തന്നെ ഇവിടെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓക്സിമോറനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. എന്താണ്? കോൺഗ്രസ് വളരെ പഠിച്ചിട്ടാണ് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അതേ മാഡം തന്നെ പറഞ്ഞു അവർക്ക് അഥവാ ഭരണത്തിൽ വന്നാലും ഇതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചിട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ച് അവരിത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രകടന പത്രിക കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തിനാണ് ഇത്രയും പ്രാക്ടിക്കാലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാകുന്നത്? അപ്പോൾ ഭരണത്തിൽ വരില്ല എന്ന് വളരെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് എന്തും വിളിച്ചു പറയാമല്ലോ. അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാമല്ലോ. അവർക്ക് പറയുന്നതിന് എന്താണ് പ്രശ്നം? എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാമെന്ന് പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോയിൽ അവർക്ക് എന്തും എഴുതി വെക്കാം. അവർക്കറിയാം അവർ വരാൻ പോകുന്നില്ല. ഹാഷ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നടപ്പിലാകാത്ത ഏത് വിഷയം അവിടെയുള്ള ഈ പറഞ്ഞ തൊഴിൽ സംബന്ധമായ വിഷയത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ കണക്കുകളാണ് ഇപ്പോൾ നിരത്തി വെച്ച് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നിങ്ങൾക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യൂ, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യൂ. ഞാൻ അതല്ലല്ലോ ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഈ മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഈ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചും പറയുകയാണ്. എന്താണ്, ഒരു സിനിമയിൽ ഇന്നസെന്റ് മാളയോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതായത് നിനക്ക് 2 വീടുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുവോ, ഒരെണ്ണം കൊടുക്കു വെച്ചോ. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, നിനക്ക് 2 കാറുണ്ടെങ്കിൽ കൊടുക്കുവോ, കൊടുക്കു വെച്ചോ. 2 പശു ഉണ്ടെങ്കിൽ കൊടുക്കുവോ, കൊടുക്കില്ല വെച്ചോ. അതെന്താ, എനിക്ക് 2 പശു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഭരണത്തിൽ വരില്ല എന്നറിയാന്നുള്ളതുകൊണ്ട് എന്തും പറയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് അവിടെ ആയിട്ട് പകുത്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയാമല്ലോ. അതിനകത്ത് ഇവിടെ ഇപ്പോൾ ആർക്കാണ് എന്താണ് ബുദ്ധിമുട്ടിരിക്കുന്നത്? അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാന്നുള്ളതല്ലാണ്ട് വേറെ കഥയൊന്നുമില്ല അതിനകത്ത്. നിങ്ങൾക്ക് പൊളിറ്റിക്കലി എന്താണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും. അല്ലാണ്ട് ഈ സന്ദീപാനന്ദഗിരിയെ പോലുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് ഈ പറഞ്ഞ് വിളിച്ചു പറയുന്നതിനൊക്കെ ഞങ്ങൾ എന്തിനാണെന്നേ മറുപടി പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം കേദാർനാഥിൽ പോയി ധ്യാനിക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുക്കും. ഈ രാഹുൽ ഗാന്ധി 2017 ഗുജറാത്ത് ഇലക്ഷന് മുമ്പായിട്ട് ടെമ്പിൾ റണ്ണ് നടത്തിയപ്പോൾ താങ്കളുടെ വികാരമൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയിരുന്നു താങ്കളുടെ വികാരം? ഞാനത് കണ്ടില്ലല്ലോ. ഈ ടെമ്പിൾ റണ്ണ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ മുഴുവൻ ക്യാമറയും വീഡിയോ ആയിട്ട് പിറകെ ഓടുകയും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ താങ്കളെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് താങ്കൾ പറഞ്ഞല്ലോ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾക്കെതിരാണെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് DMKയുടെ ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകൻ, സ്റ്റാലിന്റെ മകൻ
സനാതന ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്കൾ ചർച്ചയിൽ വന്നിരുന്ന് സനാതന ധർമ്മത്തിനെ എന്തൊക്കെയാണ് അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ താങ്കൾക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വിവേകാനന്ദ കേന്ദ്രം അങ്ങനെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത് RSSകാരാണെന്നുണ്ടെങ്കിൽ RSSകാർക്ക് അറിയാം അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. താങ്കളുടെ ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആവശ്യമില്ല എന്ന് മാത്രം താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപാനന്ദ മറുപടി. തൽക്കാലം സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഉപദേശം BJPക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല. അല്ല, അത് വേണ്ടല്ലോ. നമ്മുടെ ഉപദേശം വേണ്ടവരല്ലേ സ്വീകരിക്കുള്ളൂ. ഇതിലെന്തോന്നറിയോ ഹാഷ്മി, ഇതില് 2 ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റീത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ വിവേകാനന്ദ കേന്ദ്രത്തിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടല്ലോ. അപ്പോ ഹാഷ്മി അവിടെ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ചർച്ച കേൾക്കുന്ന ആളുകള് അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവിടെ ഒരു മെഡിറ്റേഷൻ റൂമുണ്ട്. ആ മെഡിറ്റേഷൻ റൂം എന്ന് പറഞ്ഞാല് അവിടെ സെന്ററിൽ ഒരു ഓമുണ്ട്. അരണ്ട വെളിച്ചമാണ്. നമുക്ക് പരസ്പരം കാണില്ല, തൊട്ടടുത്തിരിക്കുന്ന ആളെ കാണില്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാം. ആ വലിയ ബഹള ആൾക്കൂട്ടം ഇല്ലെങ്കിൽ ആളുകൾ അവിടെ ഇരിക്കുന്നത് വളരെ കുറച്ച് പേര്. അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കാരെ കാണാൻ പാടില്ല എന്നാ താങ്കൾ പറഞ്ഞു വരുന്നത്. താങ്കൾ അവിടെ പോയിട്ടുണ്ടോ? താങ്കൾ അത് കണ്ടിട്ടുണ്ടോ? വിളിച്ചു പറയുന്നത് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വെളിച്ചമാണ് അല്ലേ? അതെ, അതേന്ന് അരണ്ട വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനത്തിനുള്ള അന്തരീക്ഷം തന്നെയാണ് അവിടെ. അക്കാര്യം തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും പരസ്പരം കാണില്ല. അത്രയ്ക്ക് ഇരുട്ടം ഉണ്ടാവില്ലെങ്കിൽ കൂടിയും അദ്ദേഹം സ്വാമി അതൊരു അലങ്കാരിയെ പറഞ്ഞാണ്. സ്വാമി സന്ധ്യാനന്ദ പറഞ്ഞു പൂർത്തിയാക്കും. അല്ലല്ല, അത് ഇരുട്ട് തന്നെയാണ്. ആഷ്മി ഒന്നും കൂടെ പോയിക്കോളൂ വേണമെങ്കിൽ. ഇരുട്ട് തന്നെയാ. അതിനെ മൊത്തം ലൈറ്റപ്പ് ചെയ്ത് അതിന്റെ സാങ്ക്ടിറ്റി മുഴുവൻ നശിപ്പിച്ച് ഈ പറഞ്ഞതുപോലെ തന്റെ ധ്യാനം എന്തിരുന്ന് മീൻ പിടിക്കുന്ന ആളുകൾക്ക് കഷ്ടപ്പാടുണ്ടാക്കണം. അവര് ജോലി ചെയ്യട്ടെ. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. നാട്ടുകാർ ആ കന്യാകുമാരിയെ മുഴുവൻ ഐസൊലേറ്റ് ചെയ്തിട്ട് അതൊരു ക്വാറന്റൈൻ പോലെ ആർക്കും കച്ചവടം ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഒരാൾ ധ്യാനിക്കാനിരിക്കുകയാണ്. ആ ധ്യാനം ഭഗധ്യാനമാണ്. മീനെ പിടിക്കാനുള്ള പരിപാടിയാണ് അത്. ഗീത പറയുന്നുണ്ട്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരന് ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാരസ ഉച്യതേ. കൈയും കാലും ഒക്കെ ഇങ്ങനെ അടക്കി വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ആരെയൊക്കെ പാരവെക്കണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ആ ധ്യാനം മിഥ്യാചാരൻ, കാപ്പട്യക്കാരന്റെ ധ്യാനമാണെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. അപ്പൊ ഈ ധ്യാനം, എന്റെ ധ്യാനം, ഏതൊരു വ്യക്തിയുടെ ധ്യാനവും നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മൾ മലമൂത്ര വിസർജന ടോയ്ലറ്റ് പോകുമ്പോൾ ഒരു സുരക്ഷിതത്വം എങ്ങനെയാണോ നമ്മുടെ പ്രൈവസി, ആ പ്രൈവസി ഉള്ള ഒരു സോണിലാണ് പ്രധാനമന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും ആരും ധ്യാനിക്കുന്നത് എന്ന് നമ്മുടെ ഒരു സനാതന സംസ്കാരമുണ്ട്. സനാതനം എന്ന് പറയുന്നത് ഇവര് പറയുന്ന സാധനമല്ല. സനാതനത്തിന് ഗീതയിൽ നല്ല നിർവചനമുണ്ട്. അച്ഛേദ്യോയം അദാസ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. അതാണ് സനാതനം. അത് ഒരാൾക്കും നശിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ളതാ. സ്റ്റാലിന്റെ മകൻ സനാതനം എന്ന് പറഞ്ഞത് ഇവര് കാണിക്കുന്ന തോന്നിവാസത്തിന് സനാതനം എന്ന് പേരിട്ടത് കൊണ്ടാ. ഇവര് കാണിക്കുന്ന വിഭാഗീയതയും ഈ മുസ്ലിങ്ങളുടെ താലി അല്ലെ ഹിന്ദുക്കളുടെ താലി മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കേണ്ടി വരുന്നും പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ടുള്ള ആളുകളുണ്ട്, സനാതനികൾ എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ RBIയുടെ ഇന്നലെ വന്നൊരു കണക്കുണ്ട്, ഇന്നലെയാണെന്ന് എൻ്റെ ഓർമ്മ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഹൗസ് ഹോൾഡ് സേവിങ് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ലെവൽ 5.2%. അത് ജോലിയുള്ളവരുടെ വരുമാനമുള്ളവരുടെ കാര്യമാണ്. വരുമാനമില്ലാത്ത 85.5% ആളുകൾക്ക്, യുവാക്കൾക്ക് ജോലിയില്ലെന്ന് ILOയുടെ കണക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ യുവരാജിനോട് ചോദിക്കാതെ സമയക്കുറവുകൊണ്ടാണ്. മറുപടി പറഞ്ഞോളൂ പ്ലീസ്. ഞാൻ ആദ്യം യുവരാജ് പറഞ്ഞതിന് ഒരു മറുപടി പറയണം. അതായത് ഒരു പ്രകടന പത്രിക എന്താണ്, ഈ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് ആവശ്യം എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാനാണ് ഉദ്ദേശം എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പ്രകടന പത്രിക. അത് വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്തിലെ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യത്തെ പറ്റിയാണ്, അത് പഠനം നടത്തിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഞാൻ സംശയം പറഞ്ഞത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. യുവരാജ് മനസ്സിലാക്കണം, 2014
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പ്രധാനമന്ത്രി അല്ലായിരുന്നു, അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിലെ ആൾക്കാർക്ക് 1 വർഷം 2 കോടി ജോലി കൊടുക്കും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. എന്തുകൊണ്ടാണ്? അൺഎംപ്ലോയ്മെന്റ് അന്ന് ഒരു വിഷയമായതുകൊണ്ട്. പക്ഷേ 8 വർഷത്തിനുള്ളിൽ 10 മില്യൺ, അതായത് 1 കോടി ജോലി, 1 വർഷം 2 കോടി ജോലി എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം 8 വർഷത്തിനുള്ളിൽ 1 കോടി ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയും ഏത് പാർട്ടി വന്നാലും അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും NDA ഗവൺമെന്റിന്റെയും എക്സ്പീരിയൻസ് മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്. എക്സാക്ട്ലി. ഓക്കെ. നമ്മുടെ സമയം പൂർണ്ണമായി കഴിയുകയാണ്. എന്തായാലും നാളെ രാജ്യം അതിൻ്റെ അവസാന ഘട്ടം 45 ഡേയ്സ് 1952 ശേഷം ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ഇലക്ഷൻ പ്രചരണം. താരതമ്യേന മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും താരതമ്യേന മറ്റ് പ്രശ്നങ്ങളില്ലാതെ നാളെ പൂർത്തിയാകാൻ പോകുന്നു. നാളെ വൈകിട്ട് 6 മണി മുതൽ വരാൻ പോകുന്നു എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത, അതിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ എക്കാലം ചോദ്യചിഹ്നമാണെങ്കിൽ കൂടിയും അതൊരു സൂചനയാണ് എന്ന ഒരു പ്രതീതിയുണ്ട്. അതിനുശേഷം 4-ാം തീയതി വോട്ടെണ്ണൽ. ഇനിയിപ്പം പൊളിറ്റിക്കലി ചാർജ്ഡ് ദിവസങ്ങളാണ് രാജ്യത്ത്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.